അനേകം തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളുണ്ട് നമ്മുടെ ഈശ്വരാരാധനയുമായി ബന്ധപ്പെട്ടില്ലേ. ഷഷ്ഠി വ്രതം, ശിവരാത്രി വ്രതം, തിങ്കളാഴ്ച വ്രതം, ഇങ്ങനെ അനവധി തരത്തിലുള്ള വ്രതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇതിലേറ്റവും ശ്രേഷ്ഠമായ വ്രതാനുഷ്ഠാനമാണ് ഏത്? ശിവരാത്രി എന്ന് പറയുന്നത്. മുഴുവൻ ജനങ്ങളും ഒരുപോലെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി എന്ന് പറയുന്ന വ്രതാനുഷ്ഠാനം. ഏറ്റവും പവിത്രമായ സർവ്വവിധമായ ആ പാപദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മറുകര താണ്ടുവാൻ ശിവപാദത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇവിടെ ശിവരാത്രി വ്രതത്തിൻ്റെ ഒരു തത്വം. അവിടെ ഈ ശിവരാത്രി എന്ന തത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കേട്ട് പരിചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥയില്ലേ, പാലാഴി മദനം നടന്ന സമയത്ത് ആ പാലാഴി മദനത്തിൽ വാസുകി എന്ന് പറയുന്ന ഒരു സർപ്പത്തെ അവിടെ ആ മന്ദരപർവ്വതത്തിന് ചുറ്റി കയറാക്കി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് കാളകൂട വിഷം പുറത്തു വന്നു എന്നും ഈ കാളകൂട വിഷത്തെ ഭഗവാൻ കുടിച്ചു എന്നും അത് തൻ്റെ കണ്ഠനാളത്തിൽ തങ്ങി നിന്നത് കൊണ്ട് നീലകണ്ഠൻ എന്നൊരു പേര് ആർക്ക് വന്നു? സാക്ഷാൽ മഹാദേവന് വന്നു എന്നും അതിന് പ്രകാരം മഹാദേവനെ എല്ലാവരും ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞിരുന്ന് ഭജിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കേട്ട കഥകളിൽ ചില കാര്യങ്ങൾ, കഥകൾ വേണ്ടും വണ്ണം കൃത്യമായി മനസ്സിലാക്കി തന്നെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കഥകളിൽ പലപ്പോഴും ഭംഗിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥകൾ പറയുമ്പോൾ ഈ കുറച്ച് ചമത്കാരം, കുറച്ച് മേമ്പൊടിയൊക്കെ ചേർത്തിട്ടല്ലേ കഥകൾ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു കാഴ്ച കണ്ടു, നിങ്ങൾ കണ്ട കാഴ്ച അതേ കണക്കാണോ പറയുന്നത്? ആയിരിക്കുമോ? നിങ്ങൾ ഒരാളോട് പോയി ഒരു കാഴ്ച കണ്ടു, ഒരു കാര്യം അറിഞ്ഞു, ഒരു സംഭവം കണ്ടു, നിങ്ങൾ അതേ കണക്ക് തന്നെ പറയുമോ? ഒരിക്കലുമില്ല. അല്പം മേൻപൊടിയും കൂടെ നിങ്ങൾ ഇടത്തില്ലേ? അല്പം അതിശയോക്തിയൂടെ ഒക്കെ ഇടും. നമ്മളവിടെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല, ഇപ്പോഴും എനിക്കെൻ്റെ ശരീരം അങ്ങോട്ട് കോരി വിറയ്ക്കുകയാണ് ഇത് പറയുമ്പോൾ എന്നൊക്കെ വെറുതെ. കാര്യം എന്താ? ഈ കേൾക്കുന്ന ആളിനൊരു ഇമ്പം ഉണ്ടാവാൻ നമ്മൾ അല്പം രസവും പൊടിയും അല്പം മസാലക്കൂട്ടൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു രീതി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ കാളകൂട വിഷത്തെ കഴിച്ച സമയത്ത് ഇവിടെ ഭഗവാന്റെ കഴുത്തിൽ പാർവതീദേവി കയറി പിടിച്ചു എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത് പാർവതി പിടിച്ചത് കൊണ്ട് വിഷം ഇവിടെ ഇരുന്നു എന്നും ആ ശിവൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ സാക്ഷാൽ ഭഗവതിയെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം ജ്ഞാനവൈരാഗ്യങ്ങൾ നൽകുന്നവളെ എന്നാണ്. ഇപ്പം ജ്ഞാനവൈരാഗ്യം നൽകുന്ന ദേവി ജ്ഞാനമുള്ളത് കൊണ്ടല്ലേ നൽകുന്നേ, ഇല്ലാത്തത് നൽകാൻ പറ്റുമോ? അപ്പോൾ അത്രയും ജ്ഞാനമുള്ള ദേവിക്ക് ഈ കാളകൂട വിഷം കഴിച്ചാൽ ഭഗവാൻ തട്ടിപ്പോകുമെന്നുള്ള പേടി വല്ലതും വേണോ? എല്ലാ വിഷങ്ങൾക്കും അതീതമായി സർവ്വതിനും ഉപരിയല്ലേ ഭഗവാൻ നിൽക്കുന്നേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ നശിപ്പിക്കാൻ ലോകത്ത് ഏതെങ്കിലും വിഷങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പിന്നെ പാർവതി ദേവി കഴുത്തിൽ കയറി പിടിച്ചു എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇവിടെ ഒരു കഥയുടെ ചമത്കാരത്തിന്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഭർത്താവിനൊന്നും സംഭവിക്കാതിരിക്കാൻ കഴുത്തിൽ പിടിച്ചു എന്ന വ്യാഖ്യാനമൊക്കെ പറയുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഭഗവാനെ ഈ വിഷം കൊണ്ട് ഭഗവാന് ഒരു കാരണവശാലും ഒരു നാശവും ഉണ്ടാവില്ല എന്നറിയാവുന്ന ആളാണ് ദേവി. സാക്ഷാൽ ദേവി സർവജ്ഞയാണ്. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ പാലാഴി മദനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇവിടെ പാലാഴി മദനത്തിന് കാരണമായി മാറുന്നത് ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷിക്ക് ദേവകന്യകമാരൊരു നല്ല ഗംഭീരമായൊരു മാല കൊടുത്തു. ആ പൂമാല ഇദ്ദേഹം കയ്യിൽ ഇങ്ങനെ വാങ്ങി. പക്ഷേ ഈ മാല കൊണ്ട് സന്യാസിയായ തനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ആ സമയത്താണ് ഐരാവതത്തിൻ്റെ പുറത്ത് ദേവേന്ദ്രൻ വരുന്നു. അപ്പോൾ ദേവരാജാവായ ഇന്ദ്രൻ ഈ മാല ഇരിക്കട്ടെ എന്ന് വെച്ചൊരു സമ്മാനമായിട്ട് ആർക്ക് കൊടുത്തു? ഇന്ദ്രന് തന്നെ ഇത് കൊടുത്തു. ഇന്ദ്രൻ ഈ മാല വാങ്ങി ധരിക്കുന്നതിന് മുമ്പ് ഇത് തൻ്റെ യാത്ര ചെയ്ത് വരുന്ന ആനയുടെ ആ മസ്തിഷ്കത്തിലേക്ക് ഇത് വെച്ചു. ഇതിനകത്ത് നല്ല തേൻ കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ മണം ഉൾക്കൊണ്ടുകൊണ്ട് അനേകം വണ്ടുകളും വന്നു ചേർന്നു. ഈ ആനയ്ക്ക് വണ്ടെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനമാണ്. കാരണം ഈ വണ്ട് അതിൻ്റെ ചെവിയിലോ ഇതിൻ്റെ തുമ്പിക്കൈയിലോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഈ വണ്ട് വന്നപ്പോൾ അതിന് ബുദ്ധിമുട്ട് വന്നു. അതെന്ത് ചെയ്തു? ഈ തുമ്പിക്കൈ കൊണ്ട് ഈ മാല വലിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് ചവിട്ടി തേച്ച് കളഞ്ഞു. ചവിട്ടി തേച്ചത് എന്തിനാ? ഈ പൂവിനകത്ത് കയറിയ വണ്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചവിട്ടി തേച്ചത്. പക്ഷേ ഈ മാല സമ്മാനമായി കൊടുത്ത മഹർഷി ഇത് കണ്ടുകൊണ്ട് നിൽക്കുക.
താൻ കൊടുത്ത സമ്മാനത്തെ അപമാനിച്ചാൽ ഇഷ്ടപ്പെടുവോ? മഹർഷിക്ക് കോപം വന്നു. ഇന്ദ്ര, നിൻ്റെ ഗർവവും അഹങ്കാരവും കൂടിപ്പോകുന്നുണ്ട്. നിനക്ക് ജരാനരകൾ വന്നു പോകട്ടെ. ദേവന്മാർക്ക് ജരാനരകൾ, ദേവന്മാർ അല്ലേലും അഹങ്കാരികളാണ്. ആ മഹർഷിയായി ഞാൻ കൊടുത്ത സമ്മാനം അവഹേളിച്ചതിൻ്റെ ശിക്ഷയായി ജരാനരകൾ വന്നു പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ വാർദ്ധക്യ അവസ്ഥയിലേക്ക് ആരെത്തി? ദേവന്മാരെത്തി. അപ്പോൾ വാർദ്ധക്യ അവസ്ഥയിൽ പൊതുവിൽ ഉണ്ടാകുന്ന എന്താ? ശക്തി വർദ്ധിക്കുകയാണോ ശക്തി ക്ഷയിക്കുകയാണോ? ശക്തി ക്ഷയിക്കുകയാണ്. അങ്ങനെയുള്ള അവസരം വന്നപ്പോൾ അസുരന്മാർ ഈ അവസരം മുതലെടുത്തു. അസുരന്മാരെന്ത് ചെയ്തു? ദേവലോകത്തൊക്കെ കടന്നു വന്ന് ആക്രമിച്ച് ദേവന്മാരെ തുരത്താനുള്ള തയ്യാറെടുപ്പുകളും ആയി. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ദേവരാജാവായ ഇന്ദ്രൻ അഭയം തേടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. സൃഷ്ടികർത്തായ ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ, അങ്ങ് രക്ഷിക്കണം. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ ദേവകാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഇല്ലാണ്ടാകും. അസുരന്മാർ ഈ ദേവലോകം മുഴുവൻ പിടിച്ചെടുത്ത് അവരുടെ ആധിപത്യത്തിലേക്ക് വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അസുരന്മാർ ദേവലോകം പിടിച്ചെടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അർഹതയില്ലാത്തവൻ അർഹതയില്ലാത്ത സ്ഥലത്ത് കയറിയിരുന്നാൽ എന്തൊക്കെ അനിഷ്ടം ഉണ്ടാക്കുമോ അതൊക്കെ ഉണ്ടാവും. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? അർഹതയില്ലാത്തവർ അർഹതയില്ലാത്ത സ്ഥാനത്ത് വന്നാൽ പിന്നെ സുഖമായിരിക്കുമോ? നാട്ടിൽ ആയിരിക്കുമോ? അജ്ഞാനികളും അഹങ്കാരികളുമാണ് അവിടെ അസുരന്മാർ എന്ന് പറയപ്പെടുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥയ്ക്ക് താളം തെറ്റലുണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അപ്രകാരം ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പരിഹാരം തേടാൻ സാധിക്കില്ല. നമുക്ക് ഒരുമിച്ച് ആരുടെ അടുത്ത് പോകാം? വൈകുണ്ഠത്തിലേക്ക് പോകാം. അവിടെ എത്തി വിഷ്ണു ഭഗവാനെ കണ്ടു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും ചേർന്ന് പാലാഴി മഥനം ചെയ്യാൻ പറഞ്ഞു. പാലാഴി മഥനം ചെയ്ത് പാലാഴിയിൽ നിന്ന് എന്തിനെ നേടണം? അമൃത് നേടണം എന്ന് പറഞ്ഞു. ആ അമൃത് സേവിക്കുന്നതോടുകൂടി നിങ്ങൾക്കിപ്പോൾ ഉണ്ടായ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയും ആ അവസ്ഥ മാറി നല്ല അവസ്ഥയിലേക്ക് എത്തുകയും നല്ല കാലം വരികയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ദിവ്യമായ ഔഷധങ്ങളെ പാലാഴിയിലേക്ക് ഇടണം. ഇനി ഇത് കടയുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമൊന്നുമല്ല. പാലാഴി എന്ന് പറയുന്നൊരു കടലാണ്. നമ്മളൊരു കലത്തിനകത്ത് ഇച്ചിരി തൈര് വെച്ച് കടയുന്നത് പോലെ കടലിനെ കടയാൻ പറ്റുമോ? അത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇതിനൊരു മത്ത് വേണമല്ലോ നടുക്ക്. ഈ കടയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ആധാരമായ മത്ത് വേണം. അതിനുവേണ്ടി മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെയോ വാസുകിയെ കയറാക്കാൻ പറഞ്ഞു. ഈ മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ, ഈ പർവ്വതത്തെ തിരിക്കാൻ വേണ്ടിയിട്ട് കയറായിട്ട് ആരെയാ? വാസുകി എന്ന് പറയുന്ന വലിയ സർപ്പത്തെ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇനി ഈ പാലാഴി കടണമെങ്കിൽ ദേവന്മാർക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? ഇപ്പം തന്നെ ഒന്നാമത് ആരോഗ്യമില്ല അല്ലേ? ജരാനരകൾ വന്നു. അതുകൊണ്ട് ഈ പാലാഴി കടണമെങ്കിൽ ഒരു ഭാഗത്ത് ആരുടെ സഹായം വേണം? അസുരന്മാരുടെ സഹായവും വേണം. അപ്പോൾ അസുരന്മാരെ ദേവന്മാർ എന്ന് ചെന്ന് വിളിച്ചാൽ സഹായത്തിന് വരുമോ? ശത്രുതാഭാവം ഉണ്ടല്ലോ. അപ്പം വിഷ്ണു ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വിളിക്കുക, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സഹായം ആവശ്യപ്പെടണം. മനസ്സിലായില്ലേ? ശക്തി ഉള്ളപ്പോഴാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. ശക്തി ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശക്തി ഉള്ളവൻ്റെ മുമ്പിൽ ചെന്നല്ലേ വരത്തുള്ളൂ. മുമ്പിൽ ചെന്ന് വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി കാര്യം കാണണമെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ആരുടെ കാലും പിടിക്കേണ്ടി വരും. ദേവന്മാർക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു. ദേവന്മാർ നേരെ പോകേണ്ടി വന്നു. വിഷ്ണു ഭഗവാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ചെന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അസുരന്മാരുടെ രാജാവിനോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നുകൂടി പറയാൻ പറഞ്ഞു. ഇവിടെ എന്താണ് ഈ അസുരന്മാരുടെ രാജാവിനോട് താൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയാൻ കാരണം, ഈ അസുരന്മാരുടെ രാജാവ് നിലവിൽ അസുരന്മാരാണെങ്കിലും അവരിലും ഈ ഈശ്വരഭക്തി ഉള്ളവരുണ്ട്. ഇവരിൽ ഇപ്പോഴത്തെ രാജാവെന്ന് പറയുന്നത് ഇന്ദ്രസേനൻ എന്ന് പറയുന്ന രാജാവാണ്. ഈ ഇന്ദ്രസേനൻ ഭഗവാന്റെ ഭക്തനാണ്. എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തനായി ഇന്ദ്രസേനന് മാറാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നത്തെ ദിവസം നരസിംഹാവതാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ? നരസിംഹാവതാരത്തെക്കുറിച്ച്. നരസിംഹാവതാരത്തിന് കാരണക്കാരനായി മാറിയ കുട്ടി ആരാണ്? ആര് നാമം ജപിച്ചത് കൊണ്ടാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണമായത്? പ്രഹ്ലാദനാണ്. ഈ പ്രഹ്ലാദൻ അസുരൻ്റെ മകനായിരുന്നല്ലോ. ആ പ്രഹ്ലാദനാണ് പിന്നീട് രാജാവ് ആവുന്നത്. അപ്പം ഭഗവാൻ അന്ന് പ്രഹ്ലാദന് കൊടുത്തൊരു അനുഗ്രഹമാണ്, നിൻ്റെ 7 തലമുറ എൻ്റെ കൈകളാൽ സംരക്ഷിക്കപ്പെടും. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഭക്തന്മാരായിരിക്കുമെന്ന് ഭഗവാൻ കൊടുത്ത ഒരനുഗ്രഹമുണ്ട്. ഈ പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് ഇപ്പോഴത്തെ രാജാവ്. പറഞ്ഞു മനസ്സിലായോ? അതാണ് ഇന്ദ്രസേനൻ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറയും. ഈ ഇന്ദ്രസേനനെ നമുക്ക് വീണ്ടും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പേര് മറക്കാതെ മനസ്സിൽ വെച്ചേക്കണം. ഇനി വീണ്ടും ഒരു അവതാരം പറയുമ്പോൾ
ആ ഇന്ദ്രസേനൻ വീണ്ടും കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഇന്ദ്രസേനോട് ചെന്ന് അഭ്യർത്ഥിക്കാൻ പറഞ്ഞു. ദേവന്മാരെല്ലാവരും നേരെ ചെന്നു അസുരന്മാരെ അടുത്തെത്തി അസുരന്മാരോട് കാര്യം പറഞ്ഞു. അസുരന്മാരിൽ വലിയ ഒരു കൂട്ടം ആൾക്കാരും പറഞ്ഞു, ദേവന്മാരെ വിശ്വസിക്കരുത്, തക്കം കിട്ടുമ്പോൾ നമ്മളെ ചതിച്ച പാരമ്പര്യമാണുള്ളത്, അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ താഴ്ന്ന് ഇങ്ങനെയൊക്കെ വന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. ഇതൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അനുഭവം കൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോൾ അവസാനം ഇന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണു പറഞ്ഞിട്ടാണ് വന്നത് എന്നുകൂടി അറിയിച്ചു. ഇന്ദ്രസേനൻ പറഞ്ഞു, ശരി ഞാൻ വരാം, കാരണം ഞാനും അസുരന്മാരും എത്തിച്ചേരാം. വിഷ്ണു ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ഉദ്ദേശമുണ്ടാവും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അസുരന്മാർ തയ്യാറായി. അങ്ങനെ ദേവന്മാരും അസുരന്മാരും വന്ന് പാലാഴി മദനത്തിന് വേണ്ടി തയ്യാറെടുത്തു. നിരവധി ഔഷധങ്ങൾ കൊണ്ടുവന്ന് എവിടെ ഇട്ടു? പാലാഴിയിലേക്ക് ഇട്ടു. മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ വേണ്ടി അസുരന്മാരും ദേവന്മാരും കൂടെ പോയി. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാഞ്ഞ് ഗരുഡൻ്റെ സഹായത്തോടു കൂടി അവസാനം മന്ദരപർവ്വതത്തെ ഗരുഡൻ കൊണ്ടുവന്ന് പാലാഴിയിലേക്ക് വെച്ചു കൊടുത്തു. വാസുകിയെയും ഒടുവിൽ ഗരുഡൻ തന്നെയാണ് കൊണ്ടുകൊടുക്കുന്നത്. കാരണം അസുരന്മാർക്ക് പോലും ദേവന്മാർക്ക് ഒരുമിച്ച് ചേർന്നാൽ പോലും വാസുകിയെ ഒന്ന് ചലിപ്പിക്കാൻ പറ്റില്ല. ആ ശക്തിയായ വാസുകിയും കൊണ്ടുവന്നു. അങ്ങനെ ആ മന്ദരപർവ്വതത്തിന് ചുറ്റി വാസുകി ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടന്നു. ഈ സമയത്ത് ഒരു പ്രശ്നം വന്നു. ഈ തലയുടെ ഭാഗം ആര് പിടിക്കും, വാലിൻ്റെ ഭാഗം ആര് പിടിക്കും എന്നുള്ളതാണ് പ്രശ്നം. ദേവന്മാരെ സംബന്ധിച്ചോളം തലയുടെ ഭാഗം പിടിക്കാനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തല പിടിച്ചോ എന്ന് അസുരന്മാരടുത്ത് പറഞ്ഞാൽ അസുരന്മാർ പറയും പറ്റത്തില്ല, ഞങ്ങൾ വാലയെ പിടിക്കത്തുള്ളൂ എന്ന് പറയും. കാരണം ദേവന്മാരെ ദുഃഖിപ്പിക്കാനാണ് ആർക്ക് ആഗ്രഹം? അസുരന്മാർക്ക് ആഗ്രഹം. വിഷ്ണു ഭഗവാൻ ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ അസുരന്മാർ ശക്തി ഉണ്ടെങ്കിലും ബുദ്ധി ഇല്ലാത്തവരാണ്, ഈ അജ്ഞാനികളാണ്, മനസ്സിലായില്ലേ? നേരായ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളത് കണ്ട് മോഹിക്കുന്നവരാ. അപ്പം ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി തലയുടെ ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞു. നിങ്ങളാണ് തല പിടിക്കുന്നത്, നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിന്നാൽ ഉടനെ അസുരന്മാരെന്ത് പറയും? പറ്റത്തില്ല, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാരണം എന്താ? തല ഞങ്ങൾക്ക് വേണം. മനസ്സിലായില്ലേ? ഇങ്ങനെ മാത്രമേ അസുരന്മാരെ പറ്റിക്കാൻ സാധിക്കുകയുള്ളൂ. ദേവന്മാരെല്ലാവരും ഓടി നേരെ എവിടെ പോയിരുന്നു? ഈ തലയുടെ ഭാഗത്ത് പോയി നിന്നു. തലയ്ക്കാണല്ലോ വെയിറ്റ് കൂടുന്നത്. ആ ഭാഗത്തേക്ക് പോയി നിന്നു. അസുരന്മാർ ചോദിച്ചു, അതെന്താ അവരെല്ലാവരും കൂടെ അവിടെ പോയിരിക്കുന്നത്? വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അറിയില്ല, ചോദിച്ചു നോക്ക്. അതെന്താ നിങ്ങൾ ഇത്രയും പേരും കൂടെ ഒരുമിച്ച് അവിടെ പോയി നിൽക്കുന്നത്? ഈ രണ്ട് കൂട്ടരും കടയാനാണല്ലോ വന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തും ചേർന്ന് നിന്ന് കടഞ്ഞാൽ പോലെ എന്നൊക്കെ അസുരന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല, ഓരോരുത്തരും ഓരോ ഭാഗത്ത്, അസുരന്മാർ ഒരു ഭാഗത്ത്, ദേവന്മാർ ഒരു ഭാഗത്ത് നിൽക്കണം. കാര്യം ഈ രണ്ടുപേരും കൂടി ഇടകലർന്ന് നിന്നാൽ അവിടെ മിക്കവാറും കടച്ചിൽ നടക്കില്ല, തമ്മിലടിയേ നടക്കത്തുള്ളൂ. കുറ്റവും കുറവും പറയലാണ്. പരസ്പരം ചേരാത്തവർ ഒരിടത്ത് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? പരസ്പരം ചേരാത്തവർ ഒരേ സൈഡിൽ നിന്നാൽ കാര്യം നടക്കുമോ? രണ്ട് സൈഡിലാണ് നിൽക്കുന്നതെങ്കിലോ രണ്ടുപേർക്കും വാശിയുണ്ടാവില്ലേ? ഒരാൾ അങ്ങോട്ട് വലിക്കുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട് വലിക്കും. അപ്പോഴല്ലേ കടച്ചിൽ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് തല വേണം, ഞങ്ങൾ തലയുടെ ഭാഗത്ത് നിൽക്കും, ഞങ്ങൾ ദേവന്മാരാണ്. അസുരന്മാർ ഉടനെ പറഞ്ഞു, പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ദേവന്മാരെ, നിങ്ങൾ ദയവായി നിങ്ങൾ ആ സ്ഥലം ആർക്ക് കൊടുക്കുക? അസുരന്മാർക്ക് കൊടുക്കുക. വളരെ തന്ത്രപൂർവ്വം വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ബലമില്ലാത്ത, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലുള്ള ദേവന്മാരെ പാലിൻ്റെ ഭാഗത്തേക്കും കൊണ്ടുവന്നു. അസുരന്മാരെ എവിടെ കൊണ്ടുപോയി? തലയുടെ ഭാഗത്തേക്കും കൊണ്ടുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജ്ഞാനികളായ ആൾക്കാരെ ഏറ്റവും നല്ലത് തന്ത്രം കൊണ്ട് വശീകരിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തന്ത്രം ഉപയോഗിച്ചാൽ ആ തന്ത്രങ്ങളിൽ ആര് വീഴും? അജ്ഞാനികൾ എപ്പോഴും വന്ന് പതിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതവിടെ നിന്നോട്ടെ. ആ അജ്ഞാനികൾ മനുഷ്യർക്കോ ഇവിടെ വരാൻ തോന്നുന്നില്ല. ഇത്രയും കസേര ഇവിടെ ഇട്ടിട്ട് ഈ നാട്ടിലുള്ള എത്രയോ ജനങ്ങളുണ്ടായിട്ട് അവർക്ക് പോലും വരാൻ തോന്നുന്നില്ല. അപ്പോൾ ഒരു മൃഗത്തിനെങ്കിലും വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതോ പുണ്യം ചെയ്തതാണ്. ഈ ഭഗവാന്റെ സന്നിധിയിലേക്കൊക്കെ വരണമെങ്കിൽ തന്നെ ജന്മപുണ്യമൊക്കെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? എത്രയോ ആൾക്കാർ ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിച്ചിട്ട് വന്ന് ഇതിനകത്തോട്ടൊന്ന് കയറാൻ തോന്നിയിട്ടുണ്ടോ? ഒന്ന് ഭഗവാനെ നോക്കി നമസ്കരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒരു മൃഗത്തിനെങ്കിലും അത് തോന്നുന്നുണ്ടെങ്കിൽ അതേതോ ജന്മപുണ്യം കൊണ്ട് വന്നില്ലേ, അതിനെ ഓട്ടിക്കണം നമ്മൾ. വന്നിട്ട് പിക്കോട്ടെ. ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓട്ടിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ആ രീതിയിൽ പാലാഴി മദനത്തിന് ഇവർ രണ്ട് ഭാഗങ്ങളിലേക്ക് നിരന്നു. രണ്ട് ഭാഗങ്ങളിലേക്ക് നിരന്നിട്ട് ഇവർ ഈ പാലാഴി കടയാൻ ആരംഭിച്ചു. അങ്ങനെ ഈ പാലാഴി കടയാൻ ആരംഭിച്ച സമയത്ത്
ഈ വാസുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലിഞ്ഞു മുറുകുവാണല്ലോ, ഈ കിടന്ന് ഈ വലിച്ചിരുന്ന ഭാഗത്ത്. ഒരു ഭാഗത്ത് അസുരന്മാർ അങ്ങോട്ട് വലിക്കും, ഉടനെ ദേവന്മാർ ഇങ്ങോട്ട് വലിക്കും, വീണ്ടും അസുരന്മാർ വലിക്കുന്നത്. ഇങ്ങനെയാണ് ഈ കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആടി ഉലഞ്ഞ സമയത്ത് വാസുകിയിൽ നിന്ന് കാളകൂടം എന്ന് പറയുന്ന വിഷം പുറത്തേക്ക് വന്നു. ഈ വിഷം ഈ ഭൂമിയിലേക്ക് പതിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ മഹാദേവനെ സ്തുതിച്ചു. മഹാദേവൻ നേരെ വന്ന് തൻ്റെ ഇരു കൈകളിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വിഷം കൈകളിലേക്ക് ഏറ്റുവാങ്ങി അദ്ദേഹം എന്ത് ചെയ്തു? അത് പാനം ചെയ്തു. ഈ പാനം ചെയ്ത വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠനാള ഭാഗത്ത് വന്ന് തങ്ങി. ആ കണ്ഠനാളത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തു പേര് കിട്ടി? നീലകണ്ഠൻ എന്ന് പേര് കിട്ടി. ഇതാണ് ഭഗവാൻ ആ കാളകൂട വിഷം, ഹലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം പാനം ചെയ്യുന്ന കഥ എന്ന് പറയപ്പെടുന്നത്. അപ്രകാരം ഭഗവാൻ ഇത് പാനം ചെയ്യുക ഉണ്ടായി. ആ പാനം ചെയ്ത ഭഗവാനെ ഈ ലോക നന്മയ്ക്ക് വേണ്ടി സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി ആ കൊടും വിഷത്തെ പാനം ചെയ്ത മഹത്തായ സേവനവും മാതൃകയും അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണമായ ആ കാരുണ്യത്തെയും സ്തുതിച്ചുകൊണ്ട് ദേവന്മാരും ഋഷീശ്വരന്മാരും സർവസജ്ജനങ്ങളും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമം ജപിച്ച് ആ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഒരു ദിവസം മുഴുവൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ സ്തുതിച്ചു. അതാണ് ശിവരാത്രി എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ആ ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ മറ്റൊരർത്ഥം പറയും, ഈ വിഷം തീണ്ടിയ പണ്ടുള്ളവരുടെ ഒരു രീതിയുണ്ട്, ആ ഒരു രാത്രി ഉറങ്ങാതിരിക്കണം എന്നൊരു സങ്കല്പമുണ്ട്. പണ്ട് ആരെങ്കിലും വിഷം കടിച്ചു കഴിഞ്ഞാൽ, ഈ സർപ്പമൊക്കെ കടിച്ച് വിഷം വന്നു കഴിഞ്ഞാൽ അവരെ പണ്ട് വൈദ്യന്മാർ ഒരു ദിവസം ഉറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉറങ്ങുന്ന സമയത്ത് വിഷം പെട്ടെന്ന് പടരും. മനസ്സിലാവുന്നുണ്ടോ? ആ വിഷത്തിലേക്ക് പോയി അവർ ആ ഉറക്കത്തിൽ തന്നെ അവർക്ക് ബ്രെയിൻ ഡെത്ത് ഉണ്ടാവും. ഉണർന്നിരുന്നാൽ അവരുടെ ബ്രെയിൻ സെല്ലുകൾ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ അവരിലേക്ക് പെട്ടെന്ന് വിഷം കടന്നു വരില്ല. അതുകൊണ്ട് അവരെ ഉറക്കാതെ, ഒരു രാത്രി ഉറക്കാതെ നടത്തുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടുമാണ് ഇവിടെ ആ ഒരു രാത്രി മുഴുവൻ ഭഗവാൻ ചെയ്ത ഈ കർമ്മത്തെ സ്തുതിച്ചു. ലോക നന്മയ്ക്ക് വേണ്ടി, ലോകഹിതം മമ കരണീയം, ഈ ലോകത്തിൻ്റെ ഹിതമാണ് എനിക്ക് കരണീയമെന്ന മഹത്തായ മാതൃകയാണ് സേവാഹി പരമോധർമ്മ. ലോകത്തിലെ ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ ഈശ്വരപൂജ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ലോകഹിതം മമ കരണീയം എന്ന കർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? ആ സാക്ഷാൽ മഹാദേവനെ ഈ ദേവന്മാരും മറ്റുള്ള എല്ലാവരും ചേർന്ന് നാമം ജപിച്ച് ഭഗവാനെ ആ പൂജിച്ച ആ ധന്യതയാണ് എന്തായി മാറുന്നത്? ശിവരാത്രിയായി മാറുന്നത്. ഇനി ശിവരാത്രിയുടെ തത്വത്തിലേക്ക് നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം, നാളെ നടക്കുന്ന ശിവരാത്രി നമ്മൾ പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ഒരു ശിവരാത്രിയാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ഈ വർഷം അനുഭവിക്കുന്ന നാളത്തെ പുണ്യ ദിനം. കാരണം 144 വർഷത്തിലൊരിക്കൽ ഈ പാലാഴി മദനത്തിൻ്റെ ദിവ്യമായ മുഹൂർത്തം ഭൂമിയിൽ വന്നു ചേരും. ഈ മുഹൂർത്തങ്ങൾ ഗണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിലാണ്. എല്ലാ ശുഭഗ്രഹങ്ങളും ഉത്തമമായ രാശിയിലേക്ക് വരുന്ന ഒരു പുണ്യ മുഹൂർത്തമാണ് പാലാഴി മദനം നടന്നത്. ആ മുഹൂർത്തമാണ് 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നത്. ആ മുഹൂർത്തമാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ ഗംഗാനദിയിലും യമുനയും സരസ്വതിയും ഒത്തുചേരുന്ന ത്രിവേണി സംഗമം ആരംഭിച്ചിട്ട് നാളെയാണത് പൂർണ്ണമാകുന്നത്. ഈ 40 ദിവസമായിട്ട് നടന്നു വരുന്ന ആ ത്രിവേണി സംഗമത്തിൻ്റെ അവസാന സ്നാനം, ആ മഹാകുംഭമേള എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ആ പുണ്യം പേറുന്ന 144 വർഷത്തിൽ ഇനി നമ്മളിനി എത്ര മസിൽ പിടിച്ച് വിചാരിച്ചാലും നമുക്കിനി ഇതുപോലൊരു ശിവരാത്രി കിട്ടില്ല. നമുക്ക് 5 തലമുറ കഴിഞ്ഞാലേ ഇനി ഇതുപോലൊരു ശിവരാത്രി നമുക്ക് 5 തലമുറയ്ക്ക് ശേഷം കിട്ടുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം ഇനി ലഭിക്കുള്ളൂ. അത്രയും അത്യപൂർവമായ ഒരു ശിവരാത്രിയാണ് നാളത്തെ പുണ്യപ്രദമായ ദിനം. ഇനി ശിവരാത്രി വ്രതം എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇവിടെ ശിവൻ കാളകൂട വിഷം കഴിച്ചു. ആ സമയത്ത് അന്നുണ്ടായിരുന്ന ഋഷീശ്വരന്മാർ നാമം ജപിച്ചു, ഒരു രാത്രി പിന്നിട്ടു. ഇന്ന് നമ്മൾ എന്തിനാണ് ഇത് ആചരിക്കുന്നത്? ഇവിടെയാണ് ശിവരാത്രി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ശിവത്വത്തിലേക്ക് ഉയരാനുള്ള രാത്രിയാണ്. ശിവത്വത്തെ പ്രാപിക്കുക. ശിവത്വം എന്ന് പറഞ്ഞാൽ എന്താ? ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശിവം ശാന്തി അല്ല. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരു ശിവക്ഷേത്രത്തിലായിരിക്കുന്നത്.
ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഉച്ചയ്ക്കും ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മളൊരു ആ ശിവഭക്തനായി ഭഗവത് ഭക്തനായി മാറുന്നത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മനസ്സിലായില്ലേ? മംഗളം, ശാന്തി, പൂർണ്ണത എന്നൊക്കെ പല തരത്തിലെടുക്കാം. മംഗളം എന്നാണ് ആ വാക്കിൻ്റെ പൂർണ്ണ അർത്ഥം. മംഗളം, മംഗളം വെച്ചാൽ ശുഭകരമായത്, എല്ലാം കൊണ്ടും ശുഭമാകുന്നത് എന്തോ അതാണ് ശിവത്വം. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മളൊരു നാമം ജപിക്കും. ഏത് നാമോ? ഇപ്പം വിളക്ക് കൊളുത്താറേ ഇല്ല, പിന്നെ എങ്ങനെ നാമം ജപിക്കുന്നത്? പണ്ടൊക്കെ വിളക്ക് കത്തിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കൽ കഴിഞ്ഞാൽ ഒരമണിക്കൂറെങ്കിലും അതിൻ്റെ മുമ്പിലിരുന്ന് നാമരാമം ചൊല്ലിയിട്ടാണ് അമ്മമാർ മറ്റു കാര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഓടി വന്ന് അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറ്റിയിട്ട് അടച്ച് പട്ടിയോ പൂച്ചയോ കയറുമെന്ന് പറഞ്ഞ് അടച്ചിട്ട്, കാര്യം നമുക്കിരിക്കാൻ സമയമില്ലല്ലോ, നേരെ അടുത്ത TV സീരിയലിൻ്റെ മുമ്പിലോ മറ്റു കാര്യത്തിൻ്റെ മൊബൈലിനകത്ത് കോമഡി ഷോ കാണാനായിട്ട് ഓടിപ്പോകും അല്ലേ? ആ സമയത്ത് നല്ല സീരിയലുള്ളത്. നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ തന്ത്രപൂർവ്വം അങ്ങനെയൊക്കെയാണ്. പിന്നെ ചില ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഈ കീർത്തനങ്ങളും നാമം ജപിക്കുന്നതൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് കുറേ വിഡ്ഢിത്തം ഇപ്പോൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. വീട്ടിലൊരു മിഷൻ മേടിച്ച് വെക്കും, എന്നിട്ട് അത് സ്വിച്ചിട്ട് കൊടുത്തിട്ട് തിരിക്കും. അതവിടെ നിന്നോട്ട് നമശിവായ നമശിവായ നമശിവായ, ഇച്ചിരി കഴിഞ്ഞ് നിന്ന് വീണ്ടും തിരിക്കും. അതവിടെ നിന്ന് നാരായണ നാരായണ നാരായണ, കുറച്ച് കഴിഞ്ഞ് നിന്നിരിക്കും അത് ഗണപതി 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 ഗണപതി. ഈ മിഷന് മോക്ഷം വല്ലതും കിട്ടുമോ? പുണ്യം കിട്ടുമോ? ഭഗവാന് വേണ്ടിയിട്ടല്ല നാമജപം. നാമജപം നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു രീതിയുണ്ട്, ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം വഴിപാടായി നടത്തും. ഈ ഭാഗവത പാരായണം വഴിപാടായി നടത്തിയത് ഇന്നാളും കൊച്ചുമക്കളും എന്നൊക്കെ വൈകിട്ട് മൈക്കിനകത്തൂടെ വിളിച്ചു പറയും. എല്ലാ ഐശ്വര്യം കിട്ടണം. ഇത് വിളിച്ചു പറഞ്ഞാലേ അടുത്ത വർഷം നടത്താൻ പറ്റത്തുള്ളൂ. വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അടുത്ത മാസം നടത്താൻ വരുമോ? 10 നാട്ടുകാർ അറിയിച്ചില്ലെങ്കിൽ നടത്തുമോ? ആരെങ്കിലും നടത്തത്തില്ല. അതുകൊണ്ട് കമ്മിറ്റിക്കാർക്ക് വേറൊരു ഗതിയില്ലാത്തതുകൊണ്ട് അവർ വിളിച്ചു പറയും. എന്നിട്ട് എല്ലാ ഐശ്വര്യവും കിട്ടിക്കോട്ടെ എന്നൊക്കെ മൈക്കിനകത്തൂടെ പറയും. ഇതുകൊണ്ട് മാത്രം ഐശ്വര്യം കിട്ടുമോ? കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വിളിച്ചു പറയുന്നുണ്ട് ഐശ്വര്യം കിട്ടുമോ? ഈ ഭാഗവത പാരായണം ഭഗവാന് വേണ്ടി നേർച്ചയായെന്നാണ് വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയക്കം തന്നെ ശുദ്ധ തെറ്റാണ്. ഭഗവാന് വേണ്ടിയിട്ടല്ല ഭാഗവതം. ഭാഗവത പാരായണം ഭഗവാന് വേണ്ടി നേർച്ചയായി നടത്താൻ തുടങ്ങിയ നാൾ മുതലാണ് നമ്മുടെയൊക്കെ ജീവിതം ദുഃഖപൂർണമായി തുടങ്ങിയത്. ഭാഗവതം ഭഗവാന് വേണ്ടിയിട്ടല്ല. ആണോ? അങ്ങനെയാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ കൂലിക്ക് ആളിനെ ഇരുത്തി അവർ വായിക്കും, വൈകിട്ട് നമ്മൾ ശമ്പളം കൊടുത്ത് പറഞ്ഞു വിടും. അതിനു വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ അറിയാനുള്ള വഴിയാണ് ഭാഗവതം. അത് ഭഗവാനെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ശിവപുരാണം ശിവൻ്റെ മുമ്പിൽ പോയിരുന്ന് ശിവനെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ശിവൻ മറന്നുപോയി, അതുകൊണ്ട് ശിവൻ്റെ പുരാണം ശിവന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ. നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് വേണമെങ്കിൽ പകരം ആളിനെ ഇരുത്തി വായിപ്പിക്കാം. പക്ഷെ കുറച്ച് സമയമെങ്കിലും അവിടെ പോയിരുന്നത് കേൾക്കാനുള്ള മനസ്സില്ലെങ്കിൽ നമ്മളിത് നടത്തുന്നത് കൊണ്ട് ആകെ പൈസ നഷ്ടം മാത്രമേ ഉള്ളൂ. അമ്പലത്തിന് പൈസ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലെ വായനക്കാർക്ക് 2 പേർക്ക് ജീവിതത്തിനൊരു മാർഗം കിട്ടും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പുണ്യം അതുകൊണ്ട് വർദ്ധിക്കില്ല. കുറച്ച് സമയമെങ്കിലും, മുഴുവൻ സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിരുന്നില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും പോയിരുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. പല സ്ഥലത്തും ഉണ്ടാകുന്നൊരു അത്ഭുതം എന്താണെന്നറിയാവോ? ഈ ഭാഗവത പാരായണമൊക്കെ നടത്തും. ചോദിച്ചാൽ പറയും ഇന്ന് ഞങ്ങളുടെ വായനയായിരുന്നു എന്നൊക്കെ പറയും വലിയ ഗമയിൽ. ഏത് ഭാഗമാണ് വായിച്ചതെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. ഞാൻ പല ആൾക്കാരോടും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. പലരും പറയും ഇന്ന് അമ്പലത്തിൽ ഞങ്ങളുടെ വായനയായിരുന്നു. ഏത് ഭാഗമാണ് വായിച്ചേ? അത് വായനക്കാർക്കറിയാം. മനസ്സിലായില്ലേ? വെറുതെ കാശ് കൊടുത്ത് നമ്മൾ ഒരു ബലവും ഇല്ലാതാക്കി കളയുന്നതാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗവത പാരായണം നടന്നത് അമ്പലത്തിലല്ല, വീടുകളിലായിരുന്നു. മനസ്സിലായില്ലേ? പണ്ട് ഏറ്റവും കൂടുതൽ ഒരു 10-40 വർഷം മുമ്പ് വരെ, ഒരു 40-45 വർഷമായതേ ഉള്ളൂ, ഈ പാരായണമൊക്കെ വീടുകളിൽ നിന്ന് മാറി ഇനി അമ്പലങ്ങളിലേക്കാണ്. കാരണം എന്താ? വീട്ടിൽ ഇതിനൊന്നുള്ള സമയമില്ല ഇപ്പോൾ ആർക്കും. പണ്ടൊരു ജന്മനാൾ വന്നാലോ ഒരു മരണവാർഷികം വന്നാലോ മറ്റുള്ള ഏതെങ്കിലും വിശേഷം വന്നാലോ നമ്മുടെ വീടുകളിലായിരുന്നു പാരായണം. കാര്യം എന്താ? വീടുകളിൽ മറ്റ് ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഇത് കേൾക്കാം. ശരിയല്ലേ? മുതിർന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ പണ്ട് വീടുകളിലാണ് നടന്നിരുന്നത്. ആ സമയത്ത് ആ പാരായണം നടക്കുമ്പോഴും എൻ്റെ കീർത്തനം ചെല്ലുമ്പോഴും വീട്ടിലുള്ള എല്ലാവരും പോയി ഇരിക്കുമായിരുന്നു. അടുത്ത് തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഇടയ്ക്കൊക്കെ ഉള്ള സമയത്ത് പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക്, കാരണം
ഈ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ്. നമ്മൾ ചില വീടുകളിൽ ചോദിക്കും ഭാഗവതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഉണ്ട്. വായിക്കാറുണ്ടോ? അതൊന്നുമില്ല. ഭാഗവതം മേടിച്ച് വെച്ച് പൂജിക്കുന്ന വീടുകളുണ്ട്. എങ്ങനെയാ? മടക്കി അവിടെ വെച്ചേക്കും. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ 2 ചെമ്പരത്തിപ്പൂ ഉച്ചേൻ്റെ മേളി വെക്കും. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭഗവാനെ നിന്ദിക്കലാണ്. ഭാഗവതം പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ മുകളിൽ പുഷ്പം അർപ്പിക്കലല്ല ഭാഗവതത്തെ പൂജിക്കൽ. ഭാഗവതം വായിച്ച് പഠിച്ച് മനസ്സിലാക്കലാണ്. അല്ലാത്തത് നിന്ദിക്കലാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ചോദിക്കും ഭാഗവതം മേടിച്ച് വെച്ചാലല്ലേ ഉള്ളൂ കുഴപ്പം, ഭാഗവതം ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയും. ഭാഗവതം ഇല്ലാത്ത ഗൃഹങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഈ മൂർഖം പാമ്പ് വസിക്കുന്ന പൊത്തിന് തുല്യമായിരിക്കും ആ ഗൃഹം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മൂർഖം പാമ്പ് വസിക്കുന്ന പൊത്തിന് തുല്യമാണ് നമ്മുടെ ഭാഗവതവും പുരാണങ്ങളും ഇല്ലാത്ത ഗൃഹം എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും ആത്മശാന്തി ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. പലതരത്തിലുള്ള ദുഃഖം കാരണം നമ്മൾ പലരുടെയും മുമ്പിൽ പോയി കവടി നിരത്തി കയ്യിലെ കാശ് കളഞ്ഞ് ഓരോ പരിഹാരം ചെയ്ത് മനസ്സിന് ശാന്തി ഇല്ലാതെ ഇങ്ങനെ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ ഭാഗവതവും പുരാണങ്ങളും നമ്മൾ ജീവിതത്തിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ഉയരുമ്പോഴാണ് ദുഃഖങ്ങൾ ഇല്ലാണ്ടാവുന്നത്. ഇതിനാണ് നമ്മുടെ പുരാണങ്ങൾ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഇവിടെ ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മംഗളം എന്നുള്ളതാണ്. അപ്പം മംഗളത്വം പ്രാപിക്കുക. എപ്പോഴാണ് ജീവിതത്തിൽ മംഗളത്വം വരുന്നത്? ജീവിതത്തിൽ പരമമായ മംഗളത്വം വരുന്നത് എപ്പോഴാ? ജീവിതത്തിൽ പരമമായ മംഗളത്വം വരുന്നത് എപ്പോഴാ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ്. ആവശ്യമില്ലാത്തതിൻ്റെയൊക്കെ പുറവിൽ നമ്മുടെ കണ്ണും നാക്കും മൂക്കും തൊക്കും ചെവിയും പോകുമ്പോഴാണ് നമുക്ക് ശാന്തി ഇല്ലാതാവുന്നത്. ഇല്ലേ? ഇതൊക്കെ ആ സമാധാനം ഉണ്ടാവുന്നത്. നമ്മളിതെങ്ങും പോകാതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അസ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? കാര്യം എന്താ? കണ്ണ് കാഴ്ചയുടെ പുറകിൽ പോകുന്നില്ല, കേൾവി ഒന്നിൻ്റെയും പുറകിൽ പോകുന്നില്ല, നാവ് ഒന്നിൻ്റെയും പുറകിൽ പോകുന്നില്ല, തൊക്ക ഒരു സുഖത്തിൻ്റെയും പുറകിൽ പോകുന്നില്ല. പോകുന്നുണ്ടോ? ഒന്നിലേക്ക് ഓടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പരമമായ ജീവിത വിജയം. മനസ്സിലായില്ലേ? കണ്ണിനെ നിയന്ത്രിക്കണം. കാണേണ്ടാത്തത് കാണാൻ പോയാൽ കണ്ണ് സുഖമായിരിക്കുമോ തരുന്നേ? ആയിരിക്കുമോ? കേൾക്കേണ്ടാത്തത് കേൾക്കാൻ പോയാൽ നമ്മുടെ ജീവിതം സുഖമായിരിക്കുമോ? ആണോ? രുചിക്കേണ്ടാത്തത് രുചിക്കാൻ പോയാൽ ജീവിതം സുഖമായിരിക്കുമോ? മണക്കേണ്ടാത്തത് മണക്കാൻ പോയാൽ സുഖമായിരിക്കുമോ? സ്പർശിക്കേണ്ടാത്തത് സ്പർശിക്കാൻ പോയാൽ സുഖമായിരിക്കുമോ? അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയാണ് ജീവിതം മംഗളകരമാവുന്നത്. ഇതിലേറ്റവും പ്രയാസമുള്ള നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയം ഏതാ? ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയം ഏതാ നിയന്ത്രിക്കാൻ? ഏതിന്ദ്രിയങ്ങളാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. അതിലേറ്റവും പ്രയാസമുള്ള നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസകരമായ ഇന്ദ്രിയം ഏതാ? നാക്കാണ്. ലോകത്തിലെ സർവനാശത്തിൻ്റെയും സർവകോടാലിയുടെയും കാരണം ആരാ? നാക്കാണ്. നിയന്ത്രിച്ചാൽ ഏറ്റവും ആനന്ദം തരുന്നതും ഏറ്റവും സന്തോഷം തരുന്നതും നാക്കാണ്. നിയന്ത്രണമില്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖത്തെ വിളിച്ചു വരുത്തുന്നതും ആരാ? നാക്കാണ്. സംശയം വല്ലതും ഉണ്ടോ? നാക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ 2 വാതിൽ വെച്ച് പൂട്ടിയിട്ടാണ് ഈ സാധനം നമുക്ക് തന്നത്. വേണ്ട സമയത്ത് മാത്രമേ ഡോറ് തുറക്കാവൂ. ബാക്കി ഇന്ദ്രിയങ്ങൾക്കൊന്നും ഇതില്ല. ഇപ്പോൾ ചെവി തുറന്നിരിക്കുക അല്ലേ? മൂക്ക് തുറന്നിരിക്കുക, ത്വക്ക് ഫുള്ള് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആകെയുള്ളത് കണ്ണ്, പൊടിയു പടലങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു അടപ്പും തുറപ്പേ ഉള്ളൂ. പക്ഷേ നമുക്ക് നാക്ക് തന്നപ്പോൾ എന്ത് ചെയ്തു? നല്ല ബലമുള്ള പാറയോടൊപ്പം ബലമുള്ള പല്ലെന്ന് പറയുന്ന ഒരു ഡോർ ഇട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ചുണ്ടെന്ന് പറയുന്ന ഒരു ഡോർ കൂടെ ഇട്ട് തന്നു. ആവശ്യമില്ലാത്തപ്പോൾ തുറക്കുന്നു കഴിഞ്ഞാൽ ഈ കടിക്കുന്ന പട്ടിയെ തുറന്നു വിടുന്നത് പോലെ അത് ആരെയെങ്കിലും പോയി കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ നമ്മളെ വെറുതെ വിടുമോ? നമ്മളെ വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നു, അത് കടിക്കുന്ന പട്ടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ തുറന്നു വിട്ടാൽ അത് നാട്ടുകാരെ കടിച്ചാൽ അതിൻ്റെ മുഴുവൻ തിരിച്ചടി ആര് വാങ്ങേണ്ടി വരും? വീട്ടുകാർ വാങ്ങേണ്ടി വരും. തുറന്നു വിട്ട ആൾ വാങ്ങേണ്ടി വരും. വരത്തില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നാക്കിനെ വെറുതെ അഴിച്ച് കയറൂരി വിട്ടാൽ അതുണ്ടാക്കുന്ന ദുഃഖം മുഴുവൻ ആര് താങ്ങേണ്ടി വരും? നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ നാക്ക് കൊടുത്തിട്ടല്ലേ ഏറ്റവും കൂടുതൽ ദുഃഖം ഇന്ന് വരെ മേടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുടുംബകലഹത്തിൻ്റെയും കാരണം എന്താ? ശരിയല്ലേ?
ചെറിയൊരു കാര്യം കണ്ടില്ല എന്ന് നടിച്ചാൽ അവിടെ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കണ്ടു എന്ന് നടിച്ചിട്ട് ഈ 12 മണിക്കൂറോളം പുറുപുറുത്ത് അവസാനം അണക്കെട്ടും നടന്ന് ഭൂകമ്പവും നടന്ന് ഉരുൾപൊട്ടലും നടന്ന് പിന്നെ 24 മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാധനവും മേടിച്ച് ആര് തരും? നാക്ക് തരും. ഈ നാക്കിനെ നിയന്ത്രിക്കൽ ഏറ്റവും പ്രയാസമാണ്. ഈ നാക്കിൻ്റെ ഉത്ഭവസ്ഥാനത്തല്ലേ ഈ ഭഗവാൻ ഈ വിഷത്തെ നിർത്തിയത്? അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 5 തലയുള്ള പാമ്പിൽ നിന്നാണ് ഈ വിഷം പുറത്തു വന്നത്. വാസുകി എന്ന് പറയുന്ന 5 തലയുള്ള ഈ 5 ശിരസിലൂടെയും കൂടെ വന്ന വിഷത്തെയാണ് ഭഗവാൻ വാങ്ങിയത്. ഈ 5 തലയെന്ന് പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. അതിൻ്റെ ശരീരം ഒരൊറ്റ ശരീരമാണ്. ഇല്ലേ? 5 തലയും ഒരു ഉടലും. ഈ ഉടലെന്ന് പറയുന്നത് മനസ്സാണ്. ഇവിടെ പാലാഴി മദനത്തിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന മന്ദരപർവ്വതം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ഇവിടെ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെ ശാന്തമാണോ? ആണോ? പല സമയത്തും പലതരത്തിലാണ്. അപ്പോൾ ഒരു കടലിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് തിരമാലയുണ്ടാവും, ചുഴിയുണ്ടാവും, ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആഴമുള്ള പ്രദേശം ഉണ്ടാവും, കുറഞ്ഞുണ്ടാവും. ഇതുപോലെയുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ ഔഷധങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുക. അതാണല്ലോ ആദ്യം ചെയ്തത്. ഔഷധങ്ങൾ നിറയ്ക്കുക, നല്ല ചിന്തകൾ നിറയ്ക്കുക. സച്ചിന്തകൾ നിറച്ചിട്ട് ബുദ്ധിയെ ഉയർത്തി നിർത്തുക. അതാണ് മന്ദരപർവ്വതത്തിൽ നിർത്തി. അതിനെന്ത് ചെയ്യണം? മനസ്സുകൊണ്ട്, അല്ലേ? ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് ഇടയ്ക്ക്. ആ മനസ്സുകൊണ്ട് ബുദ്ധിയെ ചേർത്ത് വരിഞ്ഞ് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ മമതയും രാഗദ്വേഷങ്ങളാകുന്ന 2 ഭാവങ്ങൾ ചേർത്തുകൊണ്ട്, ഒരിടത്ത് മമതയും ഒരിടത്ത് മമതാരഹിതമായ ഭാവം, ഇതാണ് അസുരനും ദേവന്മാരും, 2 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ബുദ്ധിയെക്കൊണ്ട് നമ്മുടെ ജീവിതം കടഞ്ഞ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ജ്ഞാനത്തെ നേടണം. ഇതാണ് പാലാഴി മദനം. ജ്ഞാനമാണ് അമൃത്. മനസ്സിലായോ? അമൃതം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ടാണ് സർവ്വക്ഷയത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇതൊരു പ്രത്യേക ടോണിക്കോ മരുന്നോ ഒന്നുമല്ല ഈ അമൃതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ പാലാഴി മദനം നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന വിഷങ്ങളെ തികട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അശുദ്ധി പുറത്തു പോകണം. ഈ അശുദ്ധിയാണ് ഇവിടെ വിഷമെന്ന് പറയുന്നത്. ഈ വിഷം ശുദ്ധമാകണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ശിവത്വത്തിലേക്ക് ചേർക്കുക. ഈശ്വര ചിന്തയിലേക്ക് ചേർന്നാൽ ഏത് അശുദ്ധിയും ഇല്ലാണ്ടായി അത് ശുദ്ധമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഏത് അശുദ്ധമായതും ആരോട് ചേരുമ്പോൾ ശുദ്ധമാവും? ഈശ്വരത്വത്തിലേക്ക് ചേരുമ്പോൾ ശുദ്ധമാകും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയമാകുന്ന ആ നാവിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ ഭഗവാൻ തൻ്റെ വിഷത്തെ നിലനിർത്തിയപ്പോൾ അത് ഭഗവാനെ അപമാനമായിട്ടാണോ ഭൂഷണമായിട്ടാണോ മാറിയത്? ഭൂഷണമായിട്ടാണ്. നീലകണ്ഠൻ എന്നൊരു പേര് കൂടി വന്നു, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നാവിനെ നല്ല വാക്കുകൾ കൊണ്ട് ശുദ്ധീകരിച്ച് ജീവിക്കാൻ പഠിക്കുക. അതിനാണ് ശിവരാത്രി വ്രതം. മനസ്സിലായോ? നാവിനെ നിയന്ത്രിക്കാനുള്ള വ്രതമാണ്. അതുകൊണ്ടാണ് ശിവരാത്രി വ്രതം ഒരിക്കലും ഉണ്ടോ ഉണ്ടില്ലയോ ഉറങ്ങിയോ ഉറങ്ങിയില്ലയോ എന്നുള്ള അല്ല വ്രതത്തിൻ്റെ യഥാർത്ഥ തത്വം. അവിടെ നമ്മുടെ നാവ് കൊണ്ട് ശിവനാമം ജപിക്കുക എന്നുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ ശിവരാത്രി വ്രതം എടുക്കും. ചോദിച്ചാൽ പറയും വ്രതമാണ്, ഉച്ചയ്ക്ക് ഒരിക്കലേ ഉണ്ടോളൂ. ഈ ഊണാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നം. മനസ്സിലായില്ലേ? അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എന്തിനാ ഈ ഒരിക്കലും ഉണ്ണുന്നതെന്നൊക്കെ ചോദിച്ചാൽ, ഈ കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിന് എനർജി കൂടും, ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഉണ്ടാവും, ഇന്ദ്രിയങ്ങൾ പല കാര്യത്തിലേക്ക് വ്യവഹരിക്കും, നമ്മുടെ മനസ്സിൻ്റെ എനർജി ഈ ദഹന പ്രക്രിയയിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ പവർ കുറയും. അപ്പോൾ ശരീരത്തിലെ പരമാവധി മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കി ശാന്തമാക്കി ആന്തരികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ലളിതമായി നിയന്ത്രിക്കാൻ പറ്റും. അതിനാണ് ഈ വ്രതാനുഷ്ഠാനത്തിൽ ഭക്ഷണ നിയന്ത്രണം വെക്കുന്നത്. അധികം എരിവും പുളിവും ഉള്ളത് കഴിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ ഉയരും, വിചാരങ്ങൾ കുറയും. വികാരങ്ങൾ വർദ്ധിച്ചാൽ വ്രതങ്ങൾ പൂർണ്ണമാവുമോ? ആവില്ല. അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിൻ്റെ ക്രമം. അല്ലാതെ ഭക്ഷണം കഴിക്കലല്ല വ്രതം. ഇനി ഉറക്കമൊഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ ആ യാമങ്ങളാണ്. മനസ്സിലായില്ലേ? ആ രാത്രിയിലെ 5 യാമങ്ങളിലും ഭഗവാന്റെ സഹസ്രനാമം ചൊല്ലി നമശിവായ നാമം ജപിക്കാനാണ് വ്രതം. അല്ലാതെ വ്രതം എടുത്തിട്ട് വീട്ടിലിരുന്ന് ടി വിയിലെ സീരിയലോ സിനിമ കണ്ടുകൊണ്ടിരിക്കലോ ഗാനമേളയൊക്കെ ഇപ്പോൾ പല അമ്പലങ്ങളിലും ഇപ്പോൾ ശിവരാത്രി വ്രതത്തിന് ആൾക്കാർക്ക് ഉറക്കം ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി 2 ഗാനമേള വെച്ച് കൊടുക്കും. കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ എന്താ? ഡാഡിയും മമ്മിയും വീട്ടിലില്ല, ഇപ്പം വന്നാൽ വേഗം പോകാം. വ്രതം എന്താ? ശിവരാത്രി വ്രതവും. പേര് ശിവരാത്രി വ്രതം. പിന്നെ ഇഷ്ടമല്ലടാ, എനിക്ക് ഇഷ്ടമല്ല, നിൻ്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ല, പിന്നെ ഉപ്പും മുളകും പച്ചവടിയും നാട്ടിൽ കേൾക്കാൻ കൊള്ളാത്ത സർവ്വ പാട്ടും കൂത്തും വെള്ളമടിച്ച് നാട്ടിൽ കിടക്കുന്നവൻ്റെ
താണ്ഡവ ഡാൻസും ഇതൊക്കെ നടത്തുന്നതാണിപ്പോൾ പലയിടത്തും വ്രതമായി അധപ്പതിച്ചു പോകുന്നത്. ഇവിടെ വ്രതങ്ങളെന്ന് പറയുന്നത് ഉത്സവമല്ല, വ്രതം അനുഷ്ഠാനമാണ്. പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? വ്രതം ഒരനുഷ്ഠാനമാണ്. അത് ഈശ്വരീയ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആടുകയോ പാടുകയോ എന്തു വേണമല്ലോ ആവാം, പക്ഷെ ഭഗവാന്റെ നാമത്തിനാണ് പ്രാധാന്യം. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലോ, ചില സ്ഥലത്തൊക്കെ ശിവരാത്രി വ്രതത്തിന് പല സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇപ്പുറത്തോട്ട് വന്ന് ആലിൻ്റെ ചവിട്ടി ഒരു കൂട്ടം, അപ്പുറത്തെ മുറ്റത്ത് വേറൊരു കൂട്ടം, സർവത്ര പരദൂഷണം പറച്ചിലാണ്. നാട്ടിൽ ഒരു വർഷം കൊണ്ട് നടന്ന കുറ്റവും കുറവും മുഴുവൻ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അടുത്ത ദിവസം തൊട്ട് ആരൊക്കെ കുറ്റപ്പെടുത്തണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യും. എന്നിട്ട് പറയും വ്രതമായിരുന്നു എന്ന് പറയും. വല്ല പുണ്യമുണ്ടോ? മനസ്സിലായോ? ഇനി കൂട്ടം കൂടി ഇരിക്കുന്നത് കൊണ്ടല്ല, കൂട്ടം കൂടി ഇരിക്കുക, ആർക്കെങ്കിലും അറിയാവുന്ന ആൾ ശിവൻ്റെ കഥ പറയുക, മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാന്റെ കഥ പറയുക, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക, നല്ല നാമസങ്കീർത്തനങ്ങൾ നടത്തുക. നാമജപം കൊണ്ടുണ്ടാകുന്ന വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം. കൂവളത്തിലെ വില്ലുഭദ്രാദി അർച്ചന നടത്തി ഒരു രാവ് മുഴുവൻ ഭഗവാന്റെ നാമസ്മരണയോടുകൂടി നമ്മുടെ നാവിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചോ നമ്മുടെ കണ്ണും നാക്കും മൂക്കും തൊക്കും എല്ലാം തന്നെ ഭഗവാനിലേക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിതത്തെ മംഗളപ്രദമായ ആനന്ദത്തെ അനുഭവിക്കുന്നതാണ് ശിവരാത്രി. ആ നിലയിൽ നമുക്ക് ശിവരാത്രി വ്രതം എടുക്കാൻ സാധിക്കണം. അത്യപൂർവമായ ഒരു വ്രതമാണ് ഈ വർഷം നമുക്ക് ലഭ്യമായിരിക്കുന്നതെന്നുകൂടി സൂചിപ്പിക്കാനാണ് ഇത്രയും വിസ്തരിച്ച് ഈ കാര്യം നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ചത്.